യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് നമുക്ക് സ്വർഗീയ കാഴ്ചപ്പാട് ഉള്ളവരായിരിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഈ ലോകത്തെ വിട്ട് ദൈവം നമ്മെ കാണിക്കുന്ന ഇടത്തേക്ക് വളരെ വേഗത്തിൽ പോകുവാൻ സാധ്യമാവുകയുള്ളൂ. ഇന്ന് പലരും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവത്തെ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ യാത്ര പലപ്പോഴും വളരെ സാവധാനതയുള്ള യാത്രയാണ്. ദൈവം നമ്മെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ തിടുക്കത്തോടുകൂടെ ഓടുന്നവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേദഭാഗത്തിലെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനെ വളരെ ബന്ധപ്പെടുത്തുന്നതായിട്ട്. കാരണം അവൻ്റെ രീതികളെല്ലാം തന്നെ വളരെ സാവധാനതയുള്ളതായിരുന്നു. അങ്ങനെ അവൻ്റെ രീതികൾ വളരെ സാവധാനത ഉള്ളതായിരിക്കാനുള്ള കാരണം അവന് സോദോമിനോടുള്ള താല്പര്യമായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയെയും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ താല്പര്യമുള്ളവരായി നിൽക്കുന്നെങ്കിൽ, സ്വർഗീയമായതിനെ ഇഷ്ടപ്പെടുവാൻ കഴിയാതിരിക്കുന്നതായ അനുഭവമുണ്ടെങ്കിൽ, നമ്മളുടെ ഓട്ടം എന്ന് പറയുന്നത് വളരെ സാവധാനതയുള്ള ഓട്ടമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് ഈ ലോകത്തെ സ്നേഹിക്കാതെ, ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കരുത് എന്ന്. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തെയും അതിനുള്ള പാപത്തെയും ആ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതായ കാര്യങ്ങളെയും നമ്മൾ സ്നേഹിച്ച് ഇവിടെ ആയിരിക്കരുത്. അതിനേക്കാൾ ഉപരിയായി സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ദൈവം തരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച്, ദൈവം നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നതിനെക്കുറിച്ച്, ഇന്ന് നമ്മൾ മരിച്ചാൽ ക്രിസ്തുവിൽ മറയേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം തന്നെ നമ്മൾ നന്നായി ഗ്രഹിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം, അപ്പോസ്തലന്മാരും കർത്താവ് യേശുക്രിസ്തു ഒക്കെ പഠിപ്പിച്ചതായ കാര്യം നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ താൻ പറയുന്നുണ്ടല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഈ ലോകത്തിൽ തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തം ചെയ്യരുത് എന്നുള്ളതല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മളെക്കാളൊക്കെ ഏറെ തൻ്റെ ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടെ നിർവഹിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഈ ലോത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെയധികം പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം തന്നെ വായിച്ചുകൊണ്ട് ഞാൻ അടുത്ത വേദഭാഗത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമായിരുന്നല്ലോ. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പട്ടണമായ സോദോമിൻ്റെ പുറത്ത് ദൂതന്മാർ അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. നോക്കൂ, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്കും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ്: നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ ദൈവം ദൂതന്മാരെ അയക്കുന്നത് വിത്ത് എ പർപ്പസ്, വിത്ത് എ പ്ലാൻ. ദൈവം ഒരു ഉദ്ദേശത്തോടും ഒരു പദ്ധതിയോടും കൂടെയാണ് ഈ ദൂതന്മാരെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളോട് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ സംസാരിക്കുന്നത് വിത്ത് എ പർപ്പസ് ആൻഡ് വിത്ത് എ പ്ലാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശവും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുമുണ്ട്. ഉദ്ദേശവും പദ്ധതിയും രണ്ടും രണ്ടാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോത്തിനെ ഈ സൊദോം പട്ടണത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളതാണ്. അതിന് കാരണം നമുക്കറിയാം. ലോത്ത് നീതിമാനായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവൻ ജീവനുള്ള ദൈവത്തെ അറിയാവുന്നവനായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ നേടപ്പെട്ട ഒരാത്മാവും നഷ്ടപ്പെട്ട ഒരു ജീവിതവുമായി നിൽക്കുന്നതായ ലോത്തിനെയാണ് നമുക്ക് സോദോമിൽ കാണാൻ കഴിയുന്നത്. ദൈവികമായി ചിന്തിച്ചാൽ ലോത്ത് ഒരു നീതിമാനാണ്. പക്ഷേ ആ നീതിമാനെ കൊണ്ട് യാതൊരു ഗുണവും സോദോമിന് ഉണ്ടായിട്ടില്ല.
ഇന്നും ഇങ്ങനെയുള്ള അനേക ആളുകളുണ്ട്. അവർക്ക് നേടപ്പെട്ടതായ ഒരു ആത്മാവുണ്ട്, എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ട ജീവിതമായിട്ടാണ് ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നത്. ഈ ലോകത്തിന് അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഉത്സാഹിച്ചിട്ടില്ല. അവർ മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അവർ അവരുടെ രക്ഷയെ ഉറപ്പാക്കുന്നതായ ജീവിത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ലോത്ത് നീതിമാനാണ്, എന്നാൽ അതേക്കാൾ ഉപരി നീതിമാനായ അതേ അബ്രഹാം ലോത്തിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ലോത്തിനെ ദൈവം വിടുവിച്ചത് അബ്രഹാമിനെ ഓർത്തിട്ടാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോത്തിനെ ഇവിടെ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണ് ഈ പദ്ധതി? അവൻ എവിടേക്ക് പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവനോട് ഈ ദൂതൻ പറയുന്നുണ്ട്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ഞാൻ ഈ ഒരു വാക്യത്തെ ആത്മീയമായിട്ടൊന്ന് വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അവിടെ അങ്ങനെ ഒരു ആത്മീയമായ വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമായിരിക്കും. എന്നാൽ ഞാൻ അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറയുമ്പോൾ പുരാതന കാലങ്ങളിൽ, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിൽ, സങ്കീർത്തനങ്ങളിലാകട്ടെ മറ്റു വേദഭാഗങ്ങളിലാകട്ടെ, ദൈവം പർവ്വതത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ദൈവം പലപ്പോഴും തൻ്റെ ജനത്തിന് പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തത് പർവ്വതത്തിലായിരുന്നു. പർവ്വതത്തിൽ വെച്ചായിരുന്നു മോശയ്ക്ക് ദൈവം ദർശനം കൊടുക്കുന്നത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു മലയിൽ വെച്ച് കർത്താവ് യേശുക്രിസ്തു രൂപാന്തരപ്പെടുന്നതായിട്ടും ദൈവത്തിൻ്റെ തേജസ് ആ മലയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാർ, അതേ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അതേ മോശയെയും ഏലിയാവിനെയും കണ്ടുവെന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല 121 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പർവ്വതം എന്നവർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ദൈവത്തെ തന്നെയാണ്. അതായത് ഇവിടെ ലോത്തിനോടും കുടുംബത്തോടും ഈ ദൂതൻ പറയുന്നത്, നിങ്ങൾ പർവ്വതത്തിലേക്ക് പോക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും, നിങ്ങൾ അവിടെ ദൈവ സാന്നിധ്യത്തിലേക്ക് വരും, ദൈവത്തിൻ്റെ മുഖം നിങ്ങൾ ആത്മീയമായി കാണാനിടയായിത്തീരും. അവിടേക്ക് പോകുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയായി ഇവിടെ ദൂതന്മാർ ലോത്തിനോട് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ലോത്ത് ദൈവത്തിൻ്റെ പദ്ധതിയോട് അവൻ ഒരിക്കലും ചേർന്ന് നിൽക്കുന്നവനല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും ആത്മാവിൽ ആത്മീയമായി തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനല്ല ദൈവത്തിന് നിങ്ങളോടുള്ള പദ്ധതിയെക്കുറിച്ച് അറിയിക്കുന്നത്. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നുള്ളത്. ഇവിടെ ലോത്തിനോട് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ദൂതന്മാർ വെളിപ്പെടുത്തുമ്പോൾ അതിനോട് സഹകരിക്കാതെ നിൽക്കുന്ന ഒരു ലോത്തിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ലോത്തിൻ്റെ ജീവിത അനുഭവത്തിൽ ഇതിനു മുമ്പും ഇതേ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ആ വേദഭാഗം നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും സന്ദർഭികമായി ആ വാക്യം ഒന്ന് വായിക്കട്ടെ. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. നോക്കൂ, അപ്പോൾ ലോത്ത് നോക്കി, എവിടേക്ക് നോക്കി? നല്ല ഫലഭൂയിഷ്ടമായ ദേശത്തേക്ക് നോക്കി. യഹോവയുടെ തോട്ടം, അതേ ഏദൻ തോട്ടമെന്ന് പറയാൻ തക്കതായിട്ടുള്ള അതേ ഭാവത്തോടു കൂടിയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ ലോത്ത് തീരുമാനിച്ചു, അബ്രഹാമുമായിട്ടുള്ള കമ്പനി ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അബ്രഹാമിൻ്റെ വിളിയെ അവൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തവനാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും അതേ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടുന്നത് കണ്ടതായ മനുഷ്യനാണ്. ഇപ്പോൾ താൻ എവിടേക്ക് പോകുന്നു? തനിക്ക് ബോധിച്ചതുപോലെ, ഒരിക്കലും തൻ്റെ അങ്കിളിനോട് ഒരാലോചന പോലും ചോദിക്കാതെ, അല്ലെങ്കിൽ തൻ്റെ അമ്മാവൻ സേവിക്കുന്നതായ ദൈവത്തോട് ഒരാലോചന പോലും ചോദിക്കാൻ മനസ്സില്ലാതെ സ്വന്തം തീരുമാനമെടുത്ത് പോകുന്നതായ ലോത്തിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ട് ലോത്തിനോട് ആ സമയം ദൈവം സംസാരിച്ചില്ല? ദൈവത്തിന് അവനെ വേണമെങ്കിൽ തിരുത്താമായിരുന്നില്ലേ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്.
അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാനും ദൈവത്തിൽ നിന്നും തീരുമാനങ്ങളെ വാങ്ങുവാനും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ ലോത്ത് അത് ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഒരു ചിന്തയിൽ പലപ്പോഴും ലോത്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നു നിൽക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. ഇന്നും അനേക ആളുകളുണ്ട്, അവർക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് സമയം ചെലവഴിപ്പാൻ താല്പര്യമില്ലാത്തവരായ ആളുകൾ മതപരമായിട്ട് ഒരുപക്ഷെ ഒരു സന്ധ്യാ പ്രാർത്ഥനയിലോ അല്ല ആഴ്ചതോറുമുള്ള സഭയുടെ പള്ളിയുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന സെഷനിലോ മാത്രം പേരിന് അവർ അറ്റൻഡ് ചെയ്തിട്ട് അവർ ദൈവത്തിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശമോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ അനന്തരഫലം എന്താണ്? അതിൻ്റെ അനന്തരഫലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ കഴിയാതെ സ്വന്തം പദ്ധതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതേ തീരാത്ത ദുഃഖത്തിലേക്കും അതേ പ്രയാസമേറിയ സാഹചര്യത്തിലേക്കും തൻ്റെ കുടുംബത്തെ പോലും അസ്ഥിരപ്പെടുത്തുന്നതായ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ലോത്തിനിടയായി തീർന്നു. ഇന്ന് ഈ സന്ദേശം ഒരു വാണിംഗ് മെസ്സേജാണ്. നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് കടന്നു വരുവാൻ ഞാൻ എല്ലാവരെയും ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ വചനത്താൽ അങ്ങയുടെ മക്കൾ നിറഞ്ഞു വരട്ടെ. ദൈവത്തിന് ഓരോരുത്തരോടുമുള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുവാൻ, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ലോത്തിനെ പോലെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ദൈവ ഇഷ്ടപ്രകാരം തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.